ക്ലാസ്സിലെ അക്ഷരങ്ങളൊക്കെ എല്ലാവരും പഠിച്ചോ? അന്ന് നമ്മൾ മലയാളത്തില് ഏറ്റവും ഈസി ആയിട്ട് എഴുതാൻ പറ്റുന്ന അക്ഷരങ്ങളാണ് നമ്മൾ എഴുതിയിരുന്നത്. ഇന്ന് നമ്മൾ സ്വര അക്ഷരങ്ങളാണ് എഴുതാനായിട്ട് പോകുന്നത്. സ്വര അക്ഷരങ്ങളിൽ ആദ്യത്തേതാണ് ആ എന്ന അക്ഷരം. ആ, അമ്മ. അതായത് അമ്മ മലയാളമാണ് ഇന്ന് പഠിക്കുന്നത്. അന്ന് നമ്മൾ മധുര മലയാളമായിരുന്നു പഠിച്ചത്. ഇന്ന് നമ്മൾ അമ്മ മലയാളമാണ് പഠിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോ ആ എഴുതാം. ആ എഴുതാൻ ദ എന്ന അക്ഷരം എഴുതുക ആദ്യമേ. അതേ കൂടെ കൂട്ടി ഒരു റ എഴുതുക, പിന്നെ ഒരു രാ എഴുതുക. അപ്പോൾ ആ എന്ന അക്ഷരമായി. അടുത്തത് ആ എന്നെഴുതാൻ ആ തന്നെ എഴുതി ഇത് വെളിയിലേക്ക് ഇറക്കുമ്പോൾ ആ എന്ന അക്ഷരമായി. അടുത്തതാണ് ഈ. ഈ എഴുതാൻ ചെറുതായിട്ട് ഇങ്ങനെ വളച്ചു കൊണ്ടിരിക. ഇങ്ങനെ കൊണ്ടുവന്ന് ഒരു റായും കൂടെ എഴുതി താഴേക്ക് കൊണ്ടുവരുമ്പോൾ ഈ എന്ന അക്ഷരമാകും. ഇനി ഈ എന്നെഴുതാൻ ഈ തന്നെ എഴുതി ഇങ്ങനെ ഒരു ചിഹ്നം കൊടുക്കുക. അതായത് ഞാ പോലെ എഴുതി താഴേക്ക് വളച്ചു കൊണ്ടുവരുമ്പോൾ ഈ എന്ന അക്ഷരമാകും. അപ്പോൾ ആ, ഈ എന്നുള്ള അക്ഷരങ്ങളാണ് നമ്മൾ എഴുതിയിരിക്കുന്നത്. ഇനി അടുത്തതാണ് ഊ. ഊ എഴുതാൻ വളച്ചു കൊണ്ടുവന്ന് ഒരെണ്ണം മാത്രം താഴേക്ക് കൊണ്ടുവരുമ്പോഴത്തേന് ഊ എന്നാകും. ഇനി അടുത്തത് ഊ എന്നെഴുതണമെങ്കിൽ ഈക്ക് കൊടുത്തതുപോലെ തന്നെ ഒരു ചിഹ്നം കൊടുക്കുക, ഊ എന്നെഴുതാനായിട്ട്. ഇനിയുമാണ് നമ്മുടെ ഋ എന്ന ചിഹ്നമുള്ളത്. ഇവിടെ ആദ്യമേ ഇവിടെ ഇങ്ങനെ വളച്ചു കൊണ്ടുവരിക, ഇങ്ങനെ കൊണ്ടുവന്ന് താഴേക്ക് കൊണ്ടുവന്ന് ഇവിടേക്ക് കൊണ്ടു കയറ്റുക. അപ്പോഴാണ് ഋ എന്ന അക്ഷരം ആവുന്നത്. ഊ. ഇനി അടുത്തതാണ് ഏ. ഏ എഴുതാൻ പ എന്ന അക്ഷരം എഴുതി താഴേക്ക് കൊണ്ടുവന്ന് അതിലൂടെ കൂട്ടി റാ എഴുതുമ്പോഴാണ് എ എന്ന അക്ഷരമാവുന്നത്. അടുത്തത് പ തന്നെ എഴുതി എ എഴുതി ഇവിടെ കൊണ്ടുവന്ന് മൂന്ന് കൂടെ ആക്കുക ഇവിടെ, അല്ലെങ്കിൽ ദ എന്ന അക്ഷരമാണ്. ഇവിടെ കൊണ്ടുവന്ന് ഇങ്ങനെ കൊണ്ടുവന്നിട്ട് ഇങ്ങനെ എഴുതുമ്പോഴത്തേനാണ് എ എന്ന അക്ഷരമാണ്. എ. ഇനി ഐ എന്നെഴുതാൻ ഒരു കെട്ടുപുള്ളി ഇടുക. ഇത് കെട്ടുപുള്ളി എന്നാണ് ഇതിന് പറയുന്നത്. ഇനി നമ്മൾക്ക് ബാക്കി ഇനി അക്ഷരങ്ങളൊക്കെ എഴുതുമ്പോഴത്തേക്ക് നമുക്കിത് ആവശ്യമായിട്ട് വരും. അതേ കൂടി കൂട്ടി ഒരു എ എഴുതുമ്പോൾ ഐ എന്ന അക്ഷരമാകും. എ ഐ. അടുത്തതാണ് ഓ. വളച്ചു കൊണ്ടുവരിക, ഇവിടെ കൊണ്ടുവന്ന് മുകളിലേക്ക് പോക്കിയിട്ട് ആണ് കൊണ്ടുവരണം. എന്നിട്ട് ഒരു 3 പോലെ ഇവിടെ എഴുതുമ്പോൾ ഓ എന്ന അക്ഷരമാകും. ഇനി ഓ എന്നെഴുതാൻ ഓ തന്നെ എഴുതി ഒരു ദീർഘം കൊടുക്കുക. ഇതിന് ദീർഘം എന്നാണ് പറയുന്നത്. ഇനി ഔ. ഓ എഴുതി നമ്മൾ മുമ്പ് ഇവിടെ കൊടുത്തതുപോലത്തെ ഒരു ചിഹ്നം കൊടുക്കുമ്പോഴത്തേന് ഔ എന്നാകും. ഓ ഔ. ഇനി അം. ആ തന്നെ എഴുതി ഒരു വട്ടം ഇട്ട് കൊടുക്കുമ്പോഴത്തേനും അം ആകും. അങ്ങനെയാണ് പറയുന്നത്. ആ എഴുതി 2 വട്ടം ഇട്ട് കൊടുക്കുമ്പോഴത്തേനുമാണ് അം ആ എന്ന അക്ഷരം ആകുന്നത്. കേട്ടോ? ഇപ്പോൾ നിങ്ങൾ ആ ഈ ഊ ഋ എ ഐ ഓ ഔ അം ആ ഇത്രയും ഇതാണ് സ്വരാക്ഷരങ്ങൾ എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നിങ്ങൾ പഠിച്ചിരിക്കുന്ന ശരിക്കും ആ 1, 2, 3, 4, 5, 6 അക്ഷരങ്ങളാണ് ശരിക്കും പഠിച്ചിരിക്കുന്നത്. ബാക്കിയെല്ലാം അതിനോരോ ചിഹ്നങ്ങൾ ഇട്ട് കൊടുക്കുമ്പോഴത്തേനുമാണ് നമുക്ക് ഈ നാകുന്നത്, ഊന്നാവുന്നത്, അല്ലെ ഐ അങ്ങനെയൊക്കെ ആവുന്നത്. ഇപ്പോൾ മനസ്സിലായില്ല ഇതിൽ എഴുതാനായിട്ട്? ഈസിയിൽ എഴുതാൻ ഇത് സ്വര അക്ഷരങ്ങളാണ്. ഓക്കെ. ഇനി ഈ സ്വര അക്ഷരങ്ങൾ എന്ന് പറയുമ്പോഴത്തേനും നമ്മൾ ഓരോ അക്ഷരങ്ങൾ എഴുതാനായിട്ട് ഇപ്പോൾ ക, കി, കു അങ്ങനെയൊക്കെ എഴുതുമ്പോഴത്തേനും അതിന് ചിഹ്നങ്ങൾ ഇടുകയാണ് ചെയ്യുന്നത് നമ്മൾ. ഇപ്പോൾ നമുക്ക് ഏറ്റവും ഈസി ആയിട്ടുള്ള അക്ഷരം എന്ന് പറയുന്നത് റായാണ്. ആ റാ എഴുതി റാ എന്ന് എഴുതണമെങ്കിൽ നമ്മൾ എന്താണ് ചെയ്യുന്നത്? റാ എഴുതി അതിനൊരു ദീർഘം കൊടുക്കുമ്പോഴത്തേനുമാണ് റാ എന്നാവുന്നത്. അത് ആ എന്നുള്ളത് മനസ്സിലായോ? റാ. ഇനി അടുത്തതാണ് റീ എന്നാണ് വരുന്നത്. റാ എഴുതി ഒരു വള്ളി ഇട്ട് കൊടുക്കുമ്പോഴാണ് റീ എന്നാവുന്നത്. ഇനി റീ എന്ന് വേണമെങ്കിൽ ഇത് ചുറ്റി കെട്ടി ഇതിന് വള്ളിയിട്ട് കൊടുക്കണം. ചുറ്റി കെട്ടി വള്ളിയിട്ട് കൊടുക്കുമ്പോഴത്തേനാണ് റീ എന്നാവുന്നത്. റാ എന്ന് എഴുതാൻ ഒരു ദീർഘം കൊടുക്കുക, റീക്ക് വള്ളി. റീ എന്ന് എഴുതണമെങ്കിൽ ചുറ്റി കെട്ടി വള്ളി കൊടുക്കുക. റൂ എന്ന് എഴുതണമെങ്കിൽ ഇങ്ങനെ ഒരു കുനിപ്പാണ് ഇതിന് കൊടുക്കുന്നത്. ഇങ്ങനെ ഒരു വരയിട്ട് താഴെ ഒരു വട്ടം ഇട്ട് കൊടുക്കുമ്പോൾ റൂ എന്നാകും. അടുത്തത് റൂ എന്ന് എഴുതണമെങ്കിൽ
ഇതേ കൂടെ കൂട്ടി ഒരു വട്ടം കൂടി ഇടുമ്പോഴത്തേനും ഒരു വളയവും കൂടെ കൊടുക്കുമ്പോഴത്തേനുമാണ് റൂ എന്നാവുന്നത്. റൂ എന്നെഴുതാൻ ഒരു വട്ടം മാത്രം മതി. അത് റൂ എന്നാകുമ്പോൾ അതിന് ഒരു വട്ടം കൂടി കൊടുക്കുക. ഇപ്പോ റാ റാ റീ റീ റൂ റൂ എന്നാ. ഇനി അടുത്തത് റേ എന്നെഴുതണമെങ്കിൽ ഒരു കെട്ടുപുള്ളി ഇട്ട് അതിന്റെ കൂടെ റാ എന്നെഴുതുക. ഇതെന്ത് റേ എന്ന അക്ഷരമാണ്. ഇനി റേ എന്നെഴുതണമെങ്കിൽ ഇതുപോലത്തെ ചിഹ്നമാണ് ഇടുന്നത്. റേ അതായത് എ. ഇനി ഐ എന്നെഴുതണമെങ്കിൽ അതായത് റൈ എന്നെഴുതണമെങ്കിൽ 2 കെട്ടുപുള്ളി ഇട്ടിട്ട് അക്ഷരം എഴുതുക. കേട്ടോ, റേക്ക് ഒരു കെട്ടുപുള്ളിയാണുള്ളത്, റൈക്ക് 2 കെട്ടുപുള്ളി ഇട്ടിട്ട് അക്ഷരം എഴുതുക. ഇപ്പൊ കൈ എന്നെഴുതണമെങ്കിൽ 2 കെട്ടുപുള്ളി ഇടുക, ക എഴുതുക. മനസ്സിലായോ? അടുത്തത് ഏതാണ്? റേ റൈ ഓയാണ് വരുന്നത് അല്ലെ. റോ എന്നെഴുതണമെങ്കിൽ റേ എഴുതിയിട്ട് അതിന് ഒരു ദീർഘം കൂടി കൊടുക്കുമ്പോൾ റോ എന്ന അക്ഷരമാകും. അതായത് ഓ എന്ന ചിന്ത വരുന്ന എഴുതുമ്പോഴത്തേനാണ് ഇങ്ങനെ വരിക. അത് കെട്ടുപുള്ളി ഇടുക, അക്ഷരം എഴുതുക, അതിന്റെ കൂടെ ഒരു ദീർഘം കൂടെ കൊടുക്കുമ്പോൾ റോ എന്നാകും. ഇനി റോ എന്നാണെങ്കിൽ ഇങ്ങനെയാണ് ചിഹ്നം കൊടുക്കുക. റേ എന്ന ചിഹ്നത്തിന്റെ അതുപോലെ കൊടുക്കുക, അതിന്റെ കൂടെ ഒരു ദീർഘം കൂടെ കൊടുക്കുമ്പോൾ റോ എന്നാകും. റോ റോ, റേ റേ. മനസ്സിലായോ? റോ റോ. പിന്നെ എന്താണ്? റൗ എന്നാണ് വരിക. ഔ. അതിന് റാ എഴുതി ഇതുപോലത്തെ ചിഹ്നമാണ് കൊടുക്കുന്നത്. ഔ നമ്മൾ എഴുതുമ്പോൾ ഓ എഴുതി ഇതുപോലത്തെ ചിഹ്നം കൊടുത്ത പോലെ റാ എഴുതി ഇങ്ങനെ ചിഹ്നം കൊടുക്കുമ്പോൾ വായിക്കുന്നതാണ് റൗ. ഇനി റം. റാ എഴുതി ഒരു ചെറിയ വട്ടം ഇട്ട് കൊടുക്കുമ്പോൾ റം എന്നായി. മനസ്സിലായോ? ഇപ്പോൾ നിങ്ങൾ ആ എഴുതി അതിനെല്ലാം ചിഹ്നങ്ങൾ ഇട്ട് കൊടുത്തിരിക്കുകയാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. റാ റീ റീ റൂ റൂ റേ റേ റൈ റോ റോ റൗ റം. ഈസി ആയില്ലേ ഇത് എഴുതാനായിട്ട്? ഇതിപ്പം നിങ്ങൾക്ക് ഏത് അക്ഷരമാണോ വേണ്ടത് ആ അക്ഷരം നിങ്ങൾ ഈ റായുടെ സ്ഥാനത്ത് ചേർത്താൽ മതി. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇവിടെ തീരുകയാണ്. അടുത്ത കുറെ നമ്പറുകളും അടുത്ത കുറെ അക്ഷരങ്ങളുമായി നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. ഇത് ആവശ്യമുള്ള മറ്റു ആൾക്കാർക്ക് നിങ്ങൾ അയച്ചു കൊടുക്കണം കേട്ടോ. ഓക്കെ.